ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഉമ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു നാടൻ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് ഞാൻ ചമ്മന്തി അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പകുതി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഒരു 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായത്ര മുളക് എടുക്കാം. ഞാനിവിടെ ഒരു 7 മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പുളിയും ആവശ്യം അനുസരിച്ച് എടുക്കാം. മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയുടെ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഈ തേങ്ങയുടെ കളറൊന്ന് മാറുന്ന വരെ നമുക്ക് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ മൂപ്പിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം തേങ്ങയുടെ കളറൊക്കെ ചെറുതാക്കി മാറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് കോരി മാറ്റിയാണ്. പിന്നെ ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്ന വറ്റൽ മുളക് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ അരിയും കൂടി കൂട്ടിയാണ് ഇടുന്നത്. എരിവ് കുറച്ച് വേണ്ടവർക്ക് അരി ഇല്ലാതെ മുളക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മുളകും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ഇതിൻ്റെ എല്ലാം ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉള്ളിയും വേപ്പിലയും കൂടി മൂപ്പിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. മാങ്ങയല്ലേ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മാങ്ങയുടെ വെള്ളം ഇതിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഈ ചമ്മന്തി. പിന്നെ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ നമുക്കിത് പയർ തോരനും ഒരു മീൻ പൊരിച്ചതും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. നമുക്ക് അച്ചാറുണ്ട്, പയറുണ്ട്, ചമ്മന്തി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ഒരു പപ്പടമുണ്ട്.